ഹായ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഷൻ ബൈ ടി റൂൾ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റൂൾ ആണ് പഠിച്ചത്. സോ സ്റ്റേറ്റ്മെന്റ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഈക്വൽ ടു, ഈ ബൈ ടി ഉള്ളത് കൊണ്ടാണ് ഇതിന് ഡിവിഷൻ ബൈ ടി റൂൾ എന്ന് പേര് വന്നത്. Equal to integral s to infinity f of s ds. ഇതാണ് കൺസെപ്റ്റ്. ഇതിന്റെ പ്രൂഫ് ഇത് അസ്യൂം ചെയ്യാണ്. f of s equal to L of f of t. So L of f of t നമ്മൾ അസ്യൂം ചെയ്ത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഡെഫിനിഷൻ പ്രകാരം L of f of t equal to integral 0 to infinity e raised to minus st into f of t dt. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനി ഇതിലാണ് എത്തിക്കേണ്ടത്. സോ രണ്ട് സൈഡും ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. s to infinity ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാട്ടോ. അപ്പം integrating both sides with respect to s from s to infinity, s മുതൽ infinity വരെ with respect to s, both sides integrating. So left side integral s to infinity f of s ds ആയി മാറും. നമ്മൾ റൈറ്റ് സൈഡ് ഇതാണ് എടുക്കുന്നത്. അപ്പം s to infinity integral 0 to infinity e raised to minus st into f of t dt into with respect to s ആയതുകൊണ്ട് ലാസ്റ്റ് ds. That's equal to, ഈ ഒരു ഇന്റഗ്രലിന്റെ കേസിൽ എസും ടിയും രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ 0 to infinity f of t dt into integral s to infinity e raised to minus st into ds. That's equal to integral 0 to infinity f of t dt into, ഈ ഒരു ഇന്റഗ്രേഷൻ ചെയ്താൽ എന്ത് കിട്ടും നമുക്ക് നോക്കണം. സോ ഇത് നമ്മൾ സൈഡിൽ ചെയ്യാണ്. e raised to minus st ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു s, e raised to minus st by minus t ആയിരിക്കും. ലിമിറ്റ് കൊടുക്കുമ്പം s to ഇൻഫിനിറ്റി ആണ് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എസിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആയി മാറും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മൈനസ്, അടുത്തത് നമ്മൾ എസിന് പകരം എസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഇതെന്താണോ അത് അതേപോലെ തന്നെ കിട്ടും. ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് ടി ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ ടി എന്ന് കിട്ടും. കാരണം ഈ മൈനസ് മൈനസ് പ്ലസ് ആയി പോകും. സോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ ടി ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു, ഇതിനെ പ്രത്യേക ഒരു ഓർഡറിൽ എഴുതാൻ പോവാണ്. നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ ഓർഡറിൽ എഴുതുന്നത്. ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ബൈ ടി dt. That's equal to, നമ്മളെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഇന്റഗ്രേഷൻ ആണിത്. ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t dt ആണെങ്കിൽ നമുക്ക് L of f of t എന്ന് എഴുതാൻ പറ്റും. ഈ കേസിൽ e raised to minus st ഉണ്ട്, അതിന് ശേഷമുള്ളത് f of t by t ആണ്. അതായത് ഈ ഒരു കേസിലേക്ക് നോക്കിയാൽ ഈ രീതിയിലുള്ള ഒരു ഇന്റഗ്രൽ ആണ് ഇത്. അപ്പോൾ e raised to minus st കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അതാണ്
ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഉള്ളിൽ വരിക. ഈ കേസിൽ e raised to minus st കഴിഞ്ഞിട്ട് f of t by t ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് L of f of t by t എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. L of f of t by t equal to integral s to infinity f of s ds. അപ്പൊ ഇതാണ് ഡിവിഷൻ ബൈ ടി റൂളിന്റെ പ്രൂഫ്. താങ്ക് യു.